എത്ര ശ്രമിച്ചിട്ടും വെട്ടാൻ കഴിയാത്തൊരു മരം വെട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം നിങ്ങൾ ആ മരത്തിൽ കയറണം, എന്നിട്ട് അതിന്റെ കൊമ്പുകൾ പരിശോധിക്കണം. ഏറ്റവും ബലമുള്ള ഒരു കൊമ്പ് മുറിച്ചെടുക്കണം, എന്നിട്ട് ആ കൊമ്പിന്റെ തുറ്റത്ത് കോടാലി കെട്ടിവെക്കണം, എന്നിട്ട് വെട്ടിത്തുടങ്ങണം. അതിനെയാണ് മലയാളത്തിൽ കൈക്കോടാലി എന്ന് പറയുക. ഒരു മരം അതിന്റെ തായ്വേരിന് നിങ്ങൾ എത്ര വെട്ടിയിട്ടും അത് താഴെ വീഴുന്നില്ലെങ്കിൽ, മനുഷ്യരുടെ പാവപ്പെട്ട മനുഷ്യരുടെ തലയ്ക്ക് മുകളിൽ അത് തണലായി നിൽക്കുന്നുവെങ്കിൽ ആദ്യം അതിന്റെ ഉള്ളിൽ കയറ്, എന്നിട്ട് അതിന്റെ തായ്വേര് വെട്ടിയെടുക്കാൻ അതിന്റെ ബലമുള്ള കൊമ്പൊന്ന് മുറിച്ചെടുക്കുക. ആ കോടാലി കൈകളാണ് പാണക്കാടെന്ന നന്മമരത്തിന്റെ തായ്വേര് വെട്ടാൻ ശ്രമിക്കുന്നവർക്ക് മരമാവാൻ കഴിയില്ല, മരക്കുറ്റിയാവാനും കഴിയില്ല. ഏറെ കവിഞ്ഞാൽ ഈ പറയുന്ന കോടാലി കയ്യാവാനേ കഴിയൂ എന്ന ജാഗ്രത വേണം. അങ്ങനെ വെട്ടി വീഴ്ത്തിയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അവർ പിന്മാറിയിട്ടില്ല. ഈ കേരളത്തിനകത്തേക്ക് പോലും, നിങ്ങളുടെ അടുക്കളകളിലേക്ക് പോലും കയറി കൂടാൻ സംഘപരിവാർ മുമ്പൊരിക്കലുമില്ലാത്ത വിധം ശ്രമിക്കുന്ന ഈ കാലത്ത്, സ്നേഹമുള്ളവരെ, അത്തരം അജണ്ടകളുടെ പുറകെ അല്ല നമ്മൾ പോവേണ്ടത്. ആ മരം ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കണം. ആ മരം കൊടിയ യാതനകളുടെ നട്ടുച്ച വെയിലിൽ, നിരക്ഷരതയുടെ, പട്ടിണിയുടെ, പതിതാവസ്ഥയുടെ ഒരു ഭൂതകാലത്ത് അതിന്റെ തണലിലാണ്, അതിന്റെ തണല് പറ്റി നിന്നാണ് പൊരുതി സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിച്ച് സംഘടിച്ച് ആ പതിതർ, ആ പട്ടിണിക്കാർ, ആ നിരക്ഷരർ, മേൽക്കുപ്പായമില്ലാതിരുന്ന നിസ്സഹായർ 7.5 പതിറ്റാണ്ടുകൊണ്ട് ഒരു തുള്ളി ചോര വീഴ്ത്താതെ, ഒരാളെയും കൊല്ലാതെ ഈ രാജ്യത്തിന്റെ അതിരുകളിൽ എവിടെയൊക്കെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ താമസിക്കുന്നുവോ അവിടങ്ങളിൽ ഏറ്റവും അഭിമാനത്തോടെ, ഏറ്റവും ഇസ്സത്തോടെ, ഏറ്റവും ആശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ ഈ മനുഷ്യർ ജീവിക്കുന്ന ഇടമായി ഈ നാട് മാറിയത് ആ കുടുംബത്തിന്റെ തണലിലാണ്. ഈ സംഘബോധത്തിന്റെ പതാക തണലായി നിലാവെളിച്ചമായി ഉയർന്നു പറഞ്ഞ കാലത്താണ് നമ്മൾ മുന്നോട്ട് നടന്നത്. ആ കൊടിമരം വെട്ടി വീഴ്ത്താൻ, ആ തണൽ വെട്ടി വീഴ്ത്താൻ ആര് മുന്നോട്ട് വന്നാലും ഈ നാടിന്റെ മതനിരപേക്ഷ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി നിന്നുകൊണ്ട് അതോടൊപ്പം നമ്മുടെ അവകാശത്തിന്റെ ഒരു മുടിനാരിട മനസ്സിച്ച് പറഞ്ഞതുപോലെ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ, അതോടൊപ്പം സമുദായങ്ങളുടെ, സഹോദര സമുദായങ്ങളുടെ അവകാശത്തിൽപ്പെട്ട ഒരു മുടിനാരിട, ഒരു അണുമണി കവർന്നെടുക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക.